കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന, അഡ്വൈസേഴ്സ് കൊടുക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ കടന്നു പോയതിനേക്കാൾ അതിഭീകരമായ തീർച്ചയായിട്ടും. യാത്രകൾ നടത്തിയ ആളുകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതെ. ഇങ്ങനെ ഞെട്ടിപ്പോയൊരു കഥ ഏതാണ്? ഒരുപാടുണ്ട്. ആ. അതിലൊന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു പയ്യൻ ഇതുപോലെ നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. അപ്പൊ ഏതൊരു ഫ്രണ്ട്ഷിപ്പിൽ പെട്ടിട്ട് അങ്ങനെ ഒരു സെക്ഷലി എന്തോ സംഭവിച്ചിട്ട് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് വെരി നെക്സ്റ്റ് ആണ് ക്ലാസ്സിലോട്ട് വരുന്നത്. ആ പയ്യൻ ക്ലാസ്സിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മാഡം, ആ വീഡിയോസ് ഒക്കെ എൻ്റെ പേരൻസിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഫോഴ്സ് ചെയ്യൂ, കുറച്ച് നമ്മൾ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കൂ, നിന്റെ പവർ നീ മനസ്സിലാക്കണം. മറ്റുള്ളവർ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പം അപ്പം തന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന ഫൂൾ ആവരുത്. അപ്പോൾ അത് അങ്ങനെ മൈൻഡിൻ്റെ പവർ ഞാൻ കാണിച്ചു കൊടുത്തു. 2 hours, എനിക്കൊന്ന് 3 hours ഞാൻ കണ്ടിന്യൂസ്ലി ആ പയ്യൻ്റെ അടുത്ത് സംസാരിച്ചു, എല്ലാ ടെക്നിക്കും പറഞ്ഞു കൊടുത്തു. അത് പ്രാക്ടീസ് ചെയ്ത് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ പെൺകുട്ടി പയ്യൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സോറി പറഞ്ഞു. എന്റെ ദൈവമേ, സാധാരണ നേരെ തിരിച്ചാ ഞാൻ കഥകൾ കേൾക്കാറുള്ളത്. പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആൺകുട്ടിയാണ് കഥ കേൾക്കാറുള്ളത്. ഇങ്ങനെയാണ് ഇപ്പൊ ലോകം. അതല്ലേ, ഇത് നേരെ തിരിച്ച് സംഭവിക്കുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞ സോൾ ടു സോൾ കണക്ഷനിലൂടെയാണ് ഹീൽ ചെയ്യുന്നത്. ഇപ്പൊ വീണക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ വീണ ഒരു ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി വീണയോട് വന്ന് സോറി പറയും. അത് ശരി. എനിക്ക് ഒന്നും വിചാരിക്കരുത്, എനിക്ക് മറ്റേ മന്ത്രവാദം ഒക്കെ കേൾക്കുന്ന തോന്നുന്നു. അങ്ങനെ ആൾക്കാർ ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്, പക്ഷെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ ഈ പയ്യൻ ആ കുട്ടി വന്ന് സോറി പറഞ്ഞു എന്ന് മാത്രല്ല, എക്സാം 1 week കഴിഞ്ഞിട്ടായിരുന്നു ഫൈനൽ എക്സാം എഴുതില്ല എന്ന് വിചാരിച്ച ആള് എഴുതുകയും ചെയ്തു, ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്തു. ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ ആള് വർക്ക് ചെയ്യാണ്. അത് ശരി. ഇതൊക്കെ നടന്നത് 3 monthsനുള്ളിലാണ്. അത് ആലോചിച്ച് നോക്കണം. അതാണ്, ചുരുങ്ങിയ കാലയളവിലാണ് ഒരു വ്യക്തി തിരിച്ചു വന്ന് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, അപ്പൊ തന്നെ ലൈഫ് സെറ്റിലായി. 3 months കൊണ്ട് തന്നെ.